ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എത്ര നാളായി. കേരളത്തിൽ ഇങ്ങനെ പണിയില്ലാതെ ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യൂന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനിടയിലാണെങ്കിൽ ഒരു യുദ്ധവും എല്ലാത്തായിട്ടെങ്കിലും. ഈശ്വര, അജുവല്ല വരണ. നീ ഇവിടെ വന്നിരിക്കല്ലേ? നീ എനിക്ക് പണിയാന്ന് പറഞ്ഞിട്ട്? എടാ ഞാൻ പണിക്ക് പോയതാണ്. അവിടെ ചെന്ന പരീക്ക പറയണേ പണിക്കേണ്ട യുദ്ധമാണ്. പിന്നെ അവിടെ യുദ്ധം അലിക്കാക്കെന്തായി? അവിടെ 3 ബംഗാള് അവര് പെയിന്റ് അടിക്കണ്ടല്ല. ഇവിടെ അലിക്കാൻ വിട്ടില്ല. ചേട്ടാ അലിക്ക് എനിക്കിട്ട് പണി തരാന്ന് ഈ പണിയായിരുന്നോണ്ടല്ലേ. അപ്പൊ പണി തരാന്ന് പറയുമ്പോ മോനെ ചമ്പിയതാണ് അയല്ലേ. അതേ നീ ഇപ്പൊ പോണ്? അതേ അവിടെ കടയിൽ കുറച്ച് പണിയുണ്ട്, അതൊന്ന് പോയി നോക്കട്ടെ. കുറച്ച് ദിവസമായി പറയണം, എന്തായാലും നോക്കട്ടെ പോയിട്ട്. എന്നാ ഒരു 50 രൂപ കടന്നു തന്നിട്ട്. ഒരു ഉറപ്പില്ല മോനെ, എന്റെ 10 പൈസയില്ല. ചായ കുടിക്കാനൊക്കെ ഇല്ലാണ്ടാന്ന് ഉണ്ടെങ്കിൽ തരും. എന്നാ നീ തരാനല്ലേ? ചായ കുടിക്കാൻ എന്ത് വരണണ്ടല്ലോ. അജു വെള്ളം കുടിക്കും. എടാ അജു, ഇതാണ് നീ പണിയെന്നും പറഞ്ഞു വന്നത്? പുറ്റുമ്പഴം അടിക്കാനല്ലേ? നടക്കട്ടെ. കോയ് എന്താടാ? അതേ 2 ദിവസം കഴിഞ്ഞ ജോസ് ചേട്ടൻ്റെ വീട്ടിൽ പണി തുടങ്ങി. അപ്പൊ ഇക്കാടെ പൈസ ഞാൻ തരാം. 2 പൊറോട്ട തിരിച്ചാറ് വെച്ച് തരുമോ? വിശന്നിട്ടാണ് 10 വിശന്നിട്ടാണ്. നിനക്കാ പൊറോട്ടെ? നിനക്കൊരു പച്ചവെള്ളം തരൂല. അല്ല വേഗം തീരുക്ക അതിന്റെ പണി. ജോസേട്ടൻ്റെ അവിടെ തറ കെട്ടിയിട്ടില്ല, പിന്നല്ലേ പെയിന്റ് അടി കൊടുക്കണേ? നീ ആരുടെ പറ്റിക്കാ നോക്കണേ? തറ കെട്ടോരാ. തറ കെട്ടിയിട്ട് പണിതിട്ട് പെയിന്റ് അടിച്ചിട്ട് നീ കാശ് തരാതല്ലേ? നീ പോയി പണി വെക്കടാ. നിനക്ക് ഇവിടെ കടം തരൂല, ഒന്നും തരൂല. പറയില്ല, 2 പൊറോട്ട ഇത്തിരി ചാറ് വെച്ചാൽ ഇവിടെ ചാറ് ഒഴിക്കണ പ്രശ്നമില്ലടാ. ചാറ് ഒഴിക്കാറില്ല. അങ്ങനെ പറയല്ലേ. എന്നാ ചാറിൽ പഞ്ചസാരെങ്കിലും ഇട്ടായി. ഇല്ല, കടം കൊടുക്കണ പ്രശ്നമില്ല. നിന്റെ പറ്റുമൊക്കെ കണ്ടില്ലേ? ഇത് എന്തിനാണെന്നറിയാം നിനക്ക് ഇവിടെ എഴുതി വെച്ചേക്കണത്? നിനക്ക് നാണം വെക്കാനാണ്. ഇത് ഫുള്ള് ഞാൻ പറ്റിയാണ്. അല്ലാണ്ട് പിന്നെ ആര്? ഇതൊക്കെ നീ പറ്റിയാണ്. ഇത് നിന്റേതാണ്. ഇനി ലക്ഷ്മണരേഖ വരയ്ക്കാനുള്ളതാ. ലക്ഷ്മണരേഖ അതിലേക്ക് ഇത്രയും തരാനുണ്ട്. ഇത്രയും തരാനുണ്ട്. അങ്ങനെ പറയല്ലേ. വിശന്നിട്ടാണ് ഉണ്ടമ്പുരിയും തരും. നിന്റെ പോകാനാണ് പറഞ്ഞത്. അത് കയറിയല്ലേ ഞാൻ പോയിക്കൊണ്ട്. അല്ലിക്ക ഒരുണ്ടമ്പൂരി നിനക്ക് പറ്റിയ ഉണ്ടമ്പൂരി ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാ പോയിക്കൊണ്ട് ഒച്ചെടുക്കണ്ട വെറുതെ കിടന്ന്. ഓടാ, പാടം ചോദിക്കാൻ നടക്കണം. ഹലോ ഉസ്മാനെ. പറസേനി. അതെ റംലയുടെ മേത്ത് പതുക്കെ ടോയിലൊക്കെ മുട്ടി. നമുക്ക് പരിചയമുള്ള പയ്യൻ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ സെന്ററിൽ. ഹോസ്പിറ്റലിൽ വരെ പോകണം. വന്നിട്ട് കഴിക്കാം. ശ്രീനി, റംലയുടെ റംലയ്ക്ക് എന്താ പറ്റി? റംലയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് ഇവിടെ ഇഞ്ചക്ഷൻ കടം മേടിക്കാൻ വന്നതാ. റംല എന്തു പറ്റി? ഇതെങ്ങനെ പറ്റി? ഇക്ക, ഞാൻ ആ പാലം കയറി വരുന്ന സമയത്തെ ഒരു ചെക്കൻ 2 വീലറിന് വന്ന് ഇടിച്ചിട്ട് പോയി. എന്നിട്ട് ആ തക്ക സമയത്ത് ഒരു കീക്കി ചെക്കനില്ലേ, അവൻ എന്നെ ഇവിടെ എത്തിച്ചു. ഭാഗ്യത്തിന് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇക്ക, ആ ചെക്കൻ പോയോ? നീ റെസ്റ്റ് എടുക്ക് റംല, ഞാൻ നോക്കാം. ശ്രീനി, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പയ്യനില്ലേ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കടയിൽ കൊണ്ടുവരും. ഉസ്മാന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഞാൻ ആ പയ്യനെ എത്തിച്ചിരിക്കും. രാജു, ആ പയ്യനോടാ? പയ്യനാമ്പലത്തിനോടൊക്കെ അല്ല അജു, ഇപ്പൊ ഉസ്മാനോട് എന്താ പറയും? ഉസ്മാനൊരു കാര്യം പറ, അവരെവിടെയെങ്കിലും ഉണ്ടാവും. അയാളാകെ വിഷമിച്ചിരിക്കുന്നു. വിശപ്പവന്റെ കൂടപ്പുറപ്പാണ്. നമുക്കൊണ്ടിട്ടില്ലെന്ന് നമ്മ പറഞ്ഞല്ല. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഉസ്മാനോട് നമ്മൾ എന്തെങ്കിലും മറുപടി പറയണ്ട. എവിടെയും പോകുന്നില്ല. എന്താ ശ്രീനി? അവനെ ഇപ്പൊ പരിസരത്തൊന്നുമില്ല. നീ നോക്കാത്ത സ്ഥലവുമില്ല. ശ്രീനി, ഇന്ന് അവരെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ശ്രീനി, വിഷമിക്കല്ലേ? ഉസ്മാനെ, ഉസ്മാനെ
എന്നെ മനസ്സിലാക്കാൻ ഈ കാക്കക്ക് കഴിഞ്ഞില്ല മോനെ. കേറി വേണം ശരിക്കും